ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് ലിറ്റിൽ സീസൺ ആണ് എന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചിലർ ചോദിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യോഹന്നാ സ്നാപകൻ തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടാതെ മശിഹായി മാത്യു 16:28 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ പൗലോസും പറയുന്നു, അതായത് രക്ഷ നമുക്ക് വിചാരിച്ചതിനേക്കാൾ അധികം അടുത്തിരിക്കുന്നു, അതായത് കർത്താവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പൗലോസും അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സഭകളിൽ ഇത് നടന്നിട്ടില്ല എന്ന് പറയുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ള പ്രധാന കാരണം സാത്താൻ ഇറക്കിയ ഒരു കള്ളമാണ്. അതായത് വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നത് AD 95 ശേഷമാണ് അല്ലെങ്കിൽ 90 ശേഷമാണ് എന്നത് പറഞ്ഞു വരുത്തി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയും സംഭവിക്കുവാനുള്ളത്, അല്ലെങ്കിൽ AD 70 യെരുശലേമിനുണ്ടായ തകർച്ചയ്ക്ക് ശേഷം എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ട് തന്നെ പിന്നെയും ഇതൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളതാണ് എന്നൊരു നറേറ്റീവ് സാത്താൻ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് AD 65 മുൻപാണ്. അതിന് തെളിവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, വെളിപാട് 17:10 7 രാജാക്കന്മാരാകുന്നു, 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് നീറോയുടെ കാലത്ത് 6th വണ്ണിന്റെ കാലഘട്ടത്തിലാണ് ഈ ജോൺ എക്സൈൽ ചെയ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നതും. അതോടൊപ്പം 7 സഭകൾ, അന്നത്തെ ഏഷ്യയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉടനെ വരുന്നു, ഇല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഫലം കൊടുക്കുവാൻ വരുന്നു എന്നൊക്കെ 7 സഭകൾക്കുള്ള ദൂതിനകത്ത് കർത്താവ് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ വെളിപാട് 1:1 വായിച്ചാൽ വേഗത്തിൽ സംഭവിക്കുവാനുള്ളതെന്ന് AD 65 പറയുന്നത്. വെളിപാട് അവസാനിക്കുന്നതും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം AD 65 എഴുതുന്നത് കൊണ്ടാണ് ഉടനെ സംഭവിക്കുവാനുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഏകദേശം AD 70 73 കാലഘട്ടത്തിനുള്ളിൽ കർത്താവ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ദൈവരാജ്യം തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് 12 വായിക്കുമ്പോൾ സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ വഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതായത് ഏത് യുദ്ധത്തിലാണോ സ്വർഗത്തിൽ മിഖായേൽ സാത്താനുമായിട്ട് യുദ്ധം നടത്തി സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന പോയിന്റിലാണ് ദൈവരാജ്യം തുടങ്ങുന്നത് എന്നാണ് വെളിപ്പാട് 12 വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. AD 66 ആകാശത്തിൽ അല്ലെങ്കിൽ യഹൂദിയ യെരുശലേം പ്രദേശത്ത് അനേകമായിട്ടുള്ള അഗ്നിരഥങ്ങൾ കണ്ടതായിട്ട് ജോസഫസ്, ടാസിറ്റസ് ഇവരുടെയൊക്കെ ചരിത്ര പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ സോങ്സ് ഓഫ് ശബത്ത് സാക്രിഫൈസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏഞ്ചൽ ലൈക്ക് ക്രിയേച്ചേഴ്സ് ആകാശത്തിൽ യുദ്ധം നടത്തിയതിനെ കുറിച്ചും പവർഫുൾ വെപ്പൺസ് വെച്ച് യുദ്ധം നടത്തിയതിനെ കുറിച്ചും, കൂടാതെ വെളിപാട് 8:8 പറയുന്നത് പോലെ ഉയരങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്ത് കറങ്ങി നടന്നിരുന്ന ഫ്ലോട്ടിംഗ് ബാബിലോണിനെ ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് അല്ലെങ്കിൽ കടലിലേക്ക് എറിയപ്പെടുന്നതിനെ കുറിച്ചും വിവരണങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ AD 70 കാലഘട്ടത്തിൽ തന്നെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ കിങ്ഡം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജോസഫസിന്റെ ദ വാർസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാലും ദേവാലയത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു, നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നത് പോലെ ലെറ്റ് us മൂവ് ഹെൻസ് എന്നുള്ള രീതിയിൽ ഒരു വലിയ ശബ്ദം കേട്ടതായിട്ട് ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് ഭൂമിയിൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ തുടങ്ങുന്നത് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ദേവാലയത്തിൽ നിന്നിറങ്ങി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്നിറങ്ങി ഒലിവ് മലയിൽ ചെന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. അതാണ് സക്രിയ 14:4 പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നാളിൽ അവന്റെ കാൽ കിഴക്ക് യെരുശലേമിന് അഭിമുഖമായുള്ള ഒലിവ് മലയിൽ നിൽക്കും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഓടിപ്പോകുന്നത്. അതായത് ആലയത്തിൽ നിന്നുള്ള മഹത്വം ഒലിവുമലയിൽ നിന്നതിന് ശേഷമാണ് ജനങ്ങൾ ഓടിപ്പോകുന്നത് എന്നുള്ളൊരു പോയിന്റ് കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ചരിത്ര രേഖകളും പറയുന്നു ദേവാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു മഹത്വമേഘം ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഒലിവുമലയിൽ നിന്നു എന്നുള്ളത്. സക്രിയ 12:5 വായിച്ചാൽ, എന്നാൽ ഈ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും. യൂദാ രാജാവായ ഉസിയാവിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. അതായത് ആ ഓടിപ്പോയതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് കർത്താവ്
ദൂതന്മാരുമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അതായത് ഒലിവുമലയിൽ ദൈവത്തിന്റെ മഹത്വം വന്ന് നിന്നതിന് ശേഷം ഒലിവുമല പിളരുന്നുണ്ട്. അതിനുശേഷം ഇസ്രായേൽ ജനത ഓടിപ്പോകുന്നുണ്ട്. അതിനും ശേഷമാണ് യഹോവയുടെ ആ ഒരു വരവ് അല്ലെങ്കിൽ ദൂതന്മാരുമായിട്ടുള്ള ഒരു വരവിനെ കുറിച്ച് സക്കറിയ പ്രവചനം പറയുന്നത്. സുവിശേഷത്തിൽ കർത്താവ് അന്നത്തെ ദേവാലയത്തിന് വരാനിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ എന്ന് പത്രോസ് പറയുന്നുണ്ട്. കൂടാതെ വെളിപ്പാട് 11:2 വായിച്ചാലും ദേവാലയത്തിന്റെ മുറ്റം അളക്കണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അപ്പം AD 70 കർത്താവ് ഭൂമിയിൽ പരസ്യശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിലുള്ള ദേവാലയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്, അല്ലാതെ ഭാവിയിൽ വരുവാനുള്ള ഒന്നിനെ കുറിച്ചല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6ാമത്തെ മുദ്ര തുറക്കുന്ന സമയത്തും 7ാമത്തെ ക്രോധകലശം ഉള്ള സമയത്തും വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനം ഇളകിപ്പോയി. ഇതാവണം പിന്നീട് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആയിട്ടൊക്കെ പിന്നീട് പറയുന്നത്. അതായത് എല്ലാം ഒരുമിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ എർത്തുക്വേക്കുകളെ കുറിച്ച് മറ്റ് പുസ്തകങ്ങളിലും അതിന്റെ റെഫറൻസ് ഉണ്ട്. 7ാമത്തെ ക്രോധകലശത്തിന്റെ സമയത്തും ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടാവുന്നതിനെ കുറിച്ചും സകല ദ്വീപും ഓടിപ്പോയി എന്നുള്ളതിനെ കുറിച്ചും മലകൾ കാണുവാനില്ലാതെയായി പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ദൈവത്തിന്റെ ക്രോധം വരുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ അന്നത്തെ ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. യെശയ്യാ 24 വായിച്ചാൽ അന്നത്തെ എർത്തുക്വേക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമികുലുക്കത്തെ കുറിച്ചുള്ള മറ്റ് വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സമയത്ത് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവിടെ കുറെ വാക്യങ്ങൾ യെശയ്യാ 13, യെശയ്യാ 24 കാണാനായിട്ട് പറ്റും. ഇനി വെളിപ്പാട് 20 വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 1000 വർഷത്തേക്ക് ക്രിസ്തു ഭൂമിയെ ഭരിക്കുന്നതും ആ 1000 വർഷം തന്നെ സാത്താനെ ഒരു ദൂതൻ വന്ന് അഗാധങ്ങളിൽ അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റിൽ ചങ്ങലക്കിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതിനുശേഷം ഈ 1000 വർഷത്തിന് ശേഷം അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുന്നു എന്നൊരു കാലഘട്ടം ഉണ്ട് എന്നുള്ളത് മിക്ക സഭകൾക്കും അല്ലെങ്കിൽ മിക്ക വ്യക്തികൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതുവരെയും സെക്കൻഡ് കമ്മിങ് നടന്നിട്ടില്ല എന്നുള്ള സാത്താന്റെ നറേറ്റീവ് വിശ്വസിച്ചിരിക്കുന്നത്. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടുമെന്ന് വെളിപ്പാട് 20:8-9 ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് എഹെസ്കേൽ 38 യുദ്ധവുമായിട്ടാണ് സിമിലർ ആയിട്ടുള്ളത്. അതൊരു ഫൈനൽ ഗോഗ് മാഗോഗ് യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ലിറ്റിൽ സീസൺ ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ 1000 വർഷത്തെ സാത്താൻ വിളിച്ചിരുന്നത് ഡാർക്ക് ഏജസ്, ഇരുണ്ട കാലഘട്ടം എന്നാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളൊരു നറേറ്റീവാണ് വരുത്തി തീർത്തത്. എന്നാൽ ഇന്ന് ടാറ്റാറിയ, ബൈസാന്റിയൻ എംപയർ ഇതൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു കാലഘട്ടം ഭൂമിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ ആർക്കിടെക്ചർ കൊണ്ടും അല്ലെങ്കിൽ അറിവ് കൊണ്ടുമൊക്കെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം ഭൂമിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് മറച്ചു വെക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തു ഭരിച്ച മില്ലിയൻ കിങ്ഡം ആയിരുന്നു ആ 1000 വർഷം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് കർത്താവ് ആ തലമുറയിൽ വന്നുവെന്നും മില്ലിയൻ കിങ്ഡം തുടങ്ങിയെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഈ വർഷങ്ങൾ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കാലണ്ടർ തുടങ്ങിയപ്പോൾ സാത്താൻ ഈ സമയത്തെ മൊത്തം അല്ലെങ്കിൽ കുറെ വർഷങ്ങളും കൂടെ ആഡ് ചെയ്ത് 2000 വർഷം എന്നുള്ളൊരു കണക്കിലേക്ക് എത്തിച്ചു. ആക്ച്വലി ക്രിസ്തുവിന്റെ കിങ്ഡത്തിന് ശേഷം ഒരു 430 അല്ലെങ്കിൽ 400-നടുത്ത് വർഷങ്ങളായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AD 70-നോടനുബന്ധിച്ച് ആർമഗഡോൺ നടന്നതിന്റെ പല തെളിവുകളും ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സാത്താനെ വിളിച്ച ദൂതൻ അല്ലെങ്കിൽ വിളിച്ച ദൂതന്റെ രൂപത്തിലും സാത്താൻ വരും എന്നുള്ളതിനെ കുറിച്ചൊരു വാക്യമുണ്ട്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നോക്കിക്കഴിഞ്ഞാൽ ചെയിനിൽ നിന്ന് പുറത്തു വന്ന ഒരു വെളിച്ച ദൂതന്റെ പടമാണ് അല്ലെങ്കിൽ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ലിറ്റിൽ സീസൺ ആണെന്ന് അവര് നമ്മളെ അറിയിക്കാനുള്ള അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ദേവാലയത്തെ കുറിച്ചുള്ള കാര്യം ഭാവിയിൽ നടക്കുവാനുള്ളത് ആണ് എന്ന് ചിന്തിക്കാനുള്ള പ്രധാന കാരണം AD 95 ഇത് എഴുതപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ AD 65 മുമ്പാണ് വെളിപ്പാട് എഴുതപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ആ തലമുറയോട് പറഞ്ഞ അല്ലെങ്കിൽ മാത്യു 24, ലൂക്ക് 21 പറഞ്ഞിരിക്കുന്നത് ലിറ്ററലായിട്ട് ആ ഒരു ജനറേഷനോട് പറഞ്ഞ കാര്യങ്ങളാണ്.
അപ്പൊ ഇന്നത്തെ ഇസ്രായേലിൽ അവിടെ നടക്കുന്നതും അല്ലെങ്കിൽ അടുത്ത ദേവാലയത്തിന്റെ കാര്യങ്ങളുമൊക്കെ ബേസിക്കലി വിശ്വാസികളെ ഡൈവേർട്ട് ചെയ്യിക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ടാം ദേവാലയം അവിടെ നിലനിന്നിരുന്ന സമയത്ത് പോലും പൗലോസ് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാം ഉയരത്തിലുള്ള അല്ലെങ്കിൽ പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് വെളിപാട് 21:2 ഗലാത്യർ 4:26 കാണാം. അല്ലാതെ ഭൂമിയിൽ മനുഷ്യരായിട്ട് നിർമ്മിക്കുന്ന മറ്റൊരു ദേവാലയത്തെ കുറിച്ചല്ല അവിടെയൊന്നും പരാമർശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതായത് അത് ആ തലമുറയിലുള്ള ദേവാലയത്തെ കുറിച്ച് അതിനുശേഷം പുതിയ യെരൂശലേമിനെ കുറിച്ചുമാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഏദൻ തോട്ടം മുതൽ ദൈവവചനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ സാത്താന്റെ ഒരു നറേറ്റീവ്. അപ്പൊ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ ഇന്നത്തെ സഭകളിൽ നോക്കിയാലും അവർ പഠിപ്പിക്കുന്നത് ഇതേ നറേറ്റീവ്, അല്ലെങ്കിൽ സർവ്വലോകത്തെയും സാത്താൻ തെറ്റിച്ചു എന്നുള്ളതിൽ എല്ലാവരും പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം ഇതൊക്കെയും ഇനി നടക്കുവാനുള്ളതാണ് എന്നാണ് മെജോറിറ്റി ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് അവിടെ ഉറപ്പായിട്ടും പറഞ്ഞൊരു കാര്യമാണ്, ഇവയൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നുവെന്നും അതോടൊപ്പം തന്നെ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു എന്നും ലൂക്ക് 21:22 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വരുവാനുള്ളത് ഇനി എന്താ, ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം വരുവാനുള്ളത് ഫൈനൽ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ് എന്ന് നമുക്ക് വെളിപാട് 20 വായിച്ചാൽ മനസ്സിലാവും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനും അതൊക്കെ വേണ്ടിയുള്ള വിശ്വാസവും പ്രവൃത്തിയും ഒക്കെ നമ്മൾ ചെയ്യുക. എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തുതി.